എല്ലാവർക്കും നമസ്കാരം. വെനസ്വേല എന്ന രാജ്യത്ത് അമേരിക്കയുടെ സൈനിക ആക്രമണം ഉണ്ടാകുന്നു. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു. എന്നിട്ട് അവരെ US കടത്തുന്നു. അങ്ങനെ താൽക്കാലികമായിട്ട് ആ രാജ്യത്തിനെ അമേരിക്കയാണ് റൺ ചെയ്യുന്നത് എന്ന നിലയ്ക്കുള്ള ഒരു പ്രഖ്യാപനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിൽ, വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെനസ്വേലയിൽ ഭരണത്തിലിരുന്ന നിക്കോളാസ് മഡൂറോ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയാണ് എന്നുള്ളതാണ്. കേവലം ലെഫ്റ്റിസ്റ്റ് ആയിരുന്നില്ല, ഫാർ ലെഫ്റ്റിസ്റ്റ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ പല കമ്മ്യൂണിസ്റ്റുകളും നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള പല പ്രശ്നങ്ങളിൽ പോലും ഇടപെടാത്ത, അഭിപ്രായം പറയാത്ത ആൾക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് നേരെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ വർദ്ധിത വീര്യത്തോടു കൂടി പ്രതിഷേധിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അവരുടെ പ്രതിഷേധമുണ്ടാകുന്നു. നമ്മുടെ സാധാരണ നാട്ടിൻപുറങ്ങളിൽ ഉൾപ്പെടെ നഗരങ്ങളിൽ വരെ വലിയ പ്രകടനങ്ങളും മറ്റുമാണ് ഇടതുപക്ഷക്കാരൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നുക കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലയളവിനുള്ളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ വെനസ്വേല ലോകത്തിലെ മറ്റേത് രാജ്യത്തിനേക്കാളും അഭിവൃദ്ധി പ്രാപിച്ചു എന്നൊക്കെയാണ്. എന്നാൽ സത്യം എന്താണ് വെനസ്വേലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടുന്ന കാര്യമുണ്ടോ ജനാധിപത്യ വിശ്വാസികൾ എന്ന നിലയ്ക്ക്? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നോക്കാം. നമ്മളിവിടെ ആദ്യം ചിന്തിക്കേണ്ടത് വെനസ്വേല എന്ന രാജ്യത്ത് മഡൂറോയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷ കാലയളവിനുള്ളിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അവിടെ ജനങ്ങൾക്ക് ഹിതകരമായ തരത്തിലുള്ള മാറ്റങ്ങളാണോ നടന്നിരിക്കുന്നത്, അതോ ഏകാധിപത്യപരമായിട്ടുള്ള മാറ്റങ്ങളാണോ നടക്കുന്നത്? രാജ്യത്തെ ജനങ്ങളുടെ അഭിവൃദ്ധിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്ക പങ്കുവയ്ക്കുന്ന ഒരു ഭരണാധികാരിയാണോ തലപ്പത്തിരിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രാഥമികമായിട്ട് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് വെനസ്വേല എന്ന രാജ്യത്തിൻ്റെ GDP എത്രയാണ് എന്നുള്ളതാണ്. 2013 മഡൂറോ അധികാരത്തിൽ വരുന്ന സമയത്ത് അവരുടെ GDPയുടെ ഏകദേശ കണക്ക് $330 ബില്യൺ ആയിരുന്നു. $330 ബില്യൺ. ഈ 2023 അദ്ദേഹത്തിൻ്റെ ഭരണം 10 വർഷം പൂർത്തിയാകുന്ന സമയത്തേക്ക് അത് $330 ബില്യൺ നിന്ന് കേവലം $68 ബില്യൺ ആയിട്ട് താഴ്ന്നിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു പതിറ്റാണ്ട് കാലയളവിനുള്ളിൽ 80% ആ രാജ്യത്തിൻ്റെ GDP കുറഞ്ഞിരിക്കുന്നത്, അഥവാ ചുരുങ്ങിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഈ സുന്ദര സുലഭമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ ആ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുകയല്ല, ആ രാജ്യം പാപ്പരായി മാറുകയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത് നമ്മൾ പരിഗണിക്കേണ്ടത് അവിടുത്തെ നാണയപ്പെരുപ്പമാണ്, ഇൻഫ്ലേഷൻ. ആ ഇൻഫ്ലേഷൻ 2018 ആയപ്പോഴേക്കും, അതായത് മഡൂറോ അധികാരത്തിൽ വന്ന് 5 വർഷം പൂർത്തിയാകുന്ന സമയത്ത് വെനസ്വേലയിലെ ഇൻഫ്ലേഷൻ എന്നത് 1,30,060% ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ നിരക്ക് റിസർവ് ബാങ്കിൻ്റെ ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത് 2 മുതൽ 6% നിർത്തുക എന്നുള്ളതാണ്. നമ്മുടേത് ഈ കഴിഞ്ഞ നവംബറിൽ നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ 0.71% ആണ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് റേഞ്ചിനേക്കാൾ വളരെ താഴെ നമ്മളതിനെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ സാഹചര്യത്തിലാണ് 2018 നമ്മൾ വെനസ്വേലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഇൻഫ്ലേഷൻ സർജ് എന്ന് പറയുന്നത് 1,30,000% എന്നതിനെക്കുറിച്ച് ബോധ്യമാവുക. ഇത് പിന്നീട് കുറഞ്ഞു എന്ന് ചോദിച്ചാൽ കുറഞ്ഞു. 2023 അതായത് മഡൂറോയുടെ ഭരണം ഒരു പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന സമയത്ത് ഈ ഇൻഫ്ലേഷൻ 189.8% മാറി. 2024 അത് 48%. അപ്പോൾ 48% ആയില്ലേ? നേരത്തെ 1,30,000% ആയിരുന്നില്ലേ? അപ്പോൾ അത് കാര്യമായിട്ട് കുറഞ്ഞു വന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നടപ്പ് സാമ്പത്തിക വർഷം 2025 പകുതിയിൽ ഈ കണക്കെടുത്തു കഴിഞ്ഞാൽ ആ ഇൻഫ്ലേഷൻ സർജ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന 48% എന്നത് മാറി ഇത്തവണ 556% മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിനർത്ഥം സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണമില്ല, കൃത്യമായിട്ടുള്ള സാമ്പത്തിക നയങ്ങളില്ല. അവിടെയുള്ള ഇൻഫ്ലേഷൻ എന്നത് ആ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് അവിടുത്തെ യഥാർത്ഥ വസ്തുത. ഇനി മറ്റൊന്ന്, വളരെ കൂടുതൽ ഇന്ധന നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് വെനസ്വേല. മഡൂറോ അധികാരത്തിൽ വരുന്നതിന് മുൻപ് 2013 വരെ അവിടെ ഒരു ദിവസം ഓയിൽ പ്രൊഡക്ഷൻ എന്നത് 2.9 മില്യൺ ബാരൽസ് പെർ ഡേ ആയിരുന്നു. അതായത് 29 ലക്ഷം ബാരൽ ഒരു ദിവസം. എന്നാൽ ആ 29 ലക്ഷം ബാരൽ ഒരു ദിവസം എന്ന കണക്ക് മഡൂറോയുടെ ഭരണത്തിലേക്ക് വന്നപ്പോൾ കേവലം 9 ലക്ഷം എന്നുള്ള അളവിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഓയിലിൻ്റെ പ്രൊഡക്ഷനിൽ പോലും അവർക്ക് നിയന്ത്രിക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള മാർഗവുമില്ലാതെ തീർത്തും കുത്തഴിഞ്ഞ ഒരു ഭരണക്രമമാണ് വെനസ്വേലയിൽ മഡൂറോയുടെ ഭരണകാലത്ത് നടന്നത് എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട
പ്രോഗ്രസിൻ്റെ ഒരു ഇൻഡെക്സ് ആയിട്ട് നമ്മൾ എപ്പോഴും കരുതുന്നത് അവിടുത്തെ പട്ടിണി എത്രത്തോളം ഉണ്ട് എന്നതാണ്. വെനസ്വേലയിൽ 2019-20 ഇൻകം ബേസ്ഡ് ആയിട്ടുള്ള പോവർട്ടിയുടെ കണക്ക് എന്നത് 96%. എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള വരുമാനം ആൾക്കാർക്കില്ല. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ പട്ടിണിയുടെ അളവ് വളരെ കൂടുന്നു. ആ രാജ്യത്ത് ഏതാണ്ട് എല്ലാവരും പട്ടിണിയിലേക്ക് എന്ന തരത്തിലേക്കാണ് 2019-20 ആ രാജ്യം പോയത്. അവിടെ നിന്ന് അത് റിക്കവർ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വർഷം കഴിയുമ്പോൾ 2023 വരുമ്പോൾ ഏതാണ്ട് 82% വരെ പട്ടിണി അപ്പോഴുമുണ്ട്. വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് കുറഞ്ഞിരിക്കുന്നത്. ഒരു രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനത വരുമാനമില്ലാത്ത ആൾക്കാരായി മാറുകയും പട്ടിണി നേരിടുകയും ചെയ്യുക എന്നുള്ള കടുത്ത സാമ്പത്തിക ദുരവസ്ഥയാണ് ആ രാജ്യത്തുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആലോചിച്ച് നോക്കുക. പട്ടിണിയാണ് എങ്കിൽ, ജോലി ചെയ്യാനായിട്ട് മാർഗമില്ല എങ്കിൽ, കൃത്യമായ വരുമാനമില്ല എങ്കിൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു രാജ്യത്തുള്ള ആൾക്കാർ അഭയാർത്ഥികളായി മാറും. അങ്ങനെയെങ്കിൽ അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി അഭയം പ്രാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. ആ രാജ്യത്ത് നിന്ന് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏതാണ്ട് 80 ലക്ഷം ആൾക്കാരാണ് വെനസ്വേലയുടെ അതിർത്തികൾ വിട്ട് മറ്റ് രാജ്യത്ത് അഭയം തേടിപ്പോയത്. എന്നുവെച്ചാൽ അവരുടെ ജനസംഖ്യയുടെ 10% ആൾക്കാരാണ് ആ രാജ്യം വിട്ടുപോയത്. ഇത്രയുമൊക്കെയാണ് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, ആ രാജ്യത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് സദ്ഭരണത്തിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥ എന്താണ് എന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്ന അവിടുത്തെ കണക്കുകൾ, അവിടുത്തെ വസ്തുതകൾ. ഇനി വസ്തുതകൾ ഇങ്ങനെയാണ് എന്നിരിക്കെ ഒരു രാജ്യം അവിടത്തേക്ക് അനധികൃതമായിട്ട് പ്രവേശിച്ച് ഭരണാധികാരിയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി തങ്ങളുടെ രാജ്യത്തെ ഫെഡറൽ നിയമങ്ങൾക്ക് വിധേയമാക്കുക, ഇതൊക്കെ തന്നെ ഒരു ജനാധിപത്യ ക്രമത്തിൽ ശരിയാണോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. തീർച്ചയായിട്ടും ശരിയല്ല എന്നത് തന്നെയാണ് പ്രാഥമികമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇങ്ങനെയുള്ള വികലമായ സാമ്പത്തിക നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ രാജ്യം മുഴുപട്ടിണിയിലേക്ക് പോവുകയാണ്, സാമ്പത്തികമായി കുത്തഴിഞ്ഞ അവസ്ഥയാണ് ആ രാജ്യത്തുള്ളത് എന്നതൊക്കെ തന്നെ ഒരു വസ്തുതയായിരിക്കെ ആ രാജ്യത്തെ ഭരണാധികാരി എന്ത് തരത്തിലുള്ള നയങ്ങളാണ് അവിടെ നടപ്പാക്കുന്നത്, അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകണം. അവിടെയാണ് വെനസ്വേല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനോ തരണം ചെയ്യുന്നതിനോ മഡൂറോയ്ക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല എന്നത് മാത്രമല്ല, അവിടെ കുത്തഴിഞ്ഞ മയക്കുമരുന്ന് വ്യാപനമാണ് ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത അയൽരാജ്യമായിട്ടുള്ള കൊളംബിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൊക്കൈൻ എന്ന മയക്കുമരുന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസിറ്റ് ഹബ്ബായിട്ടാണ് വെനസ്വേല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. അവിടെ നിന്ന് കരയും കടലും വ്യോമമാർഗവും ഉപയോഗിച്ചുകൊണ്ട് കരീബിയൻ രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, ഇൻഡയറക്റ്റായിട്ട് അമേരിക്കയിലേക്ക് ഒക്കെ തന്നെ മയക്കുമരുന്ന് വ്യാപനമാണ് ആ രാജ്യത്ത് നിന്ന് നടക്കുന്നത്. ഒരു ഡ്രഗ് കാർട്ടലിനെ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ് ആക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനിയാണ് മഡൂറോ എന്നുള്ളതാണ് അമേരിക്കയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെയെങ്കിൽ ഇനിയൊരു ചോദ്യമുള്ളത്, വെനസ്വേല ഒരു ജനാധിപത്യ രാജ്യമല്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടി പോകുന്ന ജനങ്ങൾ മഡൂറോയെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. അവിടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്താണ് മഡൂറോ അധികാരത്തിൽ വരുന്നത് എങ്കിലും ആ തെരഞ്ഞെടുപ്പ് സുതാര്യമേ അല്ല. ഓരോ പ്രവിശ്യകളിലും ആൾക്കാർക്ക് എത്രത്തോളം വോട്ടുകളാണ് കിട്ടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്കുകൾ സുതാര്യമായിട്ട് പുറത്തുവിടുന്നതിന് പോലും ആ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല. 51% വോട്ട് നേടി മഡൂറോ അധികാരത്തിലേക്ക് വരികയാണ് എന്നുള്ളതാണ് അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം. എന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള വിവരവും പുറത്തുവിടുന്നതിന് വേണ്ടി അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ സുപ്രീം കോടതിയോ തയ്യാറാകുന്നില്ല. അവിടുത്തെ കൂടുതൽ ജനകീയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് എഡ്മുണ്ടോ ഗോൺസാലസ് ഒഫീഷ്യൽ വോട്ടിംഗ് റെക്കോർഡ്സ് ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ പറയുന്നത് പ്രകാരം എഡ്മുണ്ടോ ഗോൺസാലസിനാണ് വലിയ ഭൂരിപക്ഷമുണ്ടായിരുന്നത്. കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡേറ്റ പുറത്തുവിടാതെ മഡൂറോ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിനെ ഒരിക്കലും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് യൂറോപ്യൻ യൂണിയൻ തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ രാജ്യം സാമ്പത്തികമായി നശിച്ചു. ആ രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതിനുള്ള താല്പര്യം അദ്ദേഹത്തിനില്ല. മറിച്ച് ജനാധിപത്യ പ്രക്രിയയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും പൂർണ്ണമായി അട്ടിമറിച്ച് ഒരു കണക്കും പുറത്തുവിടാതെ താൻ തന്നെ തൻ്റെ വിജയം പ്രഖ്യാപിച്ച് അതിനെ യാതൊരു വിധത്തിലുള്ള തെളിവുകളും സമർപ്പിക്കാതെ സുപ്രീം കോടതിയുടെ എൻഡോഴ്സ്മെൻറ്റും വാങ്ങിയെടുത്തതിന് ശേഷം ആ രാജ്യത്തെ ജനങ്ങളുടെ മേൽ ഏകാധിപത്യ ഭരണമാണ് ഇതുവരെ മഡൂറോ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പ്രസക്തമാകുന്ന ചോദ്യം, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വെനസ്വേലയിൽ മറ്റേതെങ്കിലും ഒരു രാജ്യം ഇടപെട്ടാൽ അതിനെ തെറ്റു പറയാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു രാജ്യത്തിൻ്റെ
പ്രത്യേകിച്ച് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പൊതുതത്വം. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ആ രാജ്യം ഒന്നാകെ നശിച്ച് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്തിനെ റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ശ്രമവും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ അതിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് തൻ്റേതാണ് യഥാർത്ഥ വിജയം എന്ന് സ്ഥാപിക്കാനുള്ള ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പോലും പുറത്തുവിടാതെ അവിടെ ഭരണത്തിൽ അടയിരിക്കുകയാണ് ഈ മഡൂറോ എന്ന ഭരണാധികാരി. ആ രാജ്യത്ത് നിന്ന് ജനങ്ങൾ 96% വരെ പട്ടിണിയിൽ വരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും 80%-നടുത്ത് ആൾക്കാർ പട്ടിണിയിലാണ്. അവിടെ നിന്ന് 80 ലക്ഷത്തിലധികം ആൾക്കാർ അഭയാർത്ഥികളായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഈ രാജ്യം ഒരു വലിയ നാർക്കോട്ടിക്സ് ടെററിസത്തിൻ്റെ ഹബ്ബായി മാറുന്നു എന്നുള്ള ആശങ്ക പങ്കുവയ്ക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. ഇങ്ങനെ ജനാധിപത്യം പൂർണ്ണമായിട്ടും കുത്തഴിഞ്ഞ് ജനങ്ങളുടെ ഹിതം ഒരു തരത്തിലും നടപ്പാക്കപ്പെടാതിരിക്കുന്ന ഒരു രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യം ഇടപെട്ടാൽ അത് തെറ്റാണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടുന്ന പ്രശ്നം. അതല്ലാതെ മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയങ്ങളിൽ വേറൊരു രാജ്യം ഇടപെടുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള വളരെ പൊതുവായിട്ടുള്ള ഒരു സ്കെയിൽ കൊണ്ട് വെനസ്വേലയിലെ സിറ്റുവേഷനെ അളക്കാനായിട്ട് സാധ്യമേയല്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ചരിത്രം തന്നെയാണ്. നമ്മുടെ ചരിത്രത്തിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഈസ്റ്റേൺ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്നത്തെ ബംഗ്ലാദേശിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്, സൈനികമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ആ രാജ്യത്തെ ജനാധിപത്യ ഭരണക്രമം, അവിടുത്തെ ജനങ്ങളുടെ സമാധാനം, ജനങ്ങളുടെ ഹിതം ഇതൊന്നും തന്നെ മാനിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു സന്ദർഭമുണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്തിന് അയൽരാജ്യം എന്ന രീതിയിൽ വലിയ ഭീഷണി ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടായ സമയത്ത് നമ്മളാണ് അവിടേക്ക് സൈനികമായി തന്നെ ഇടപെട്ട് ഈസ്റ്റേൺ പാകിസ്ഥാനെ ബംഗ്ലാദേശായി ലിബറേറ്റ് ചെയ്തു കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പൊതുവായിട്ടുള്ള തത്വം, മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു തത്വം അവിടെ പാലിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലുണ്ടായിരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സാഹചര്യം അതായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇടപെടൽ ആ രാജ്യത്തിൻ്റെ ഭാവിക്കും നമ്മുടെ തന്നെ സുരക്ഷിതത്വത്തിനും ഏറ്റവും നിർണായകമായിരുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഈ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയപ്പോൾ ഇതേപോലെ മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇടപെട്ടത്. ഇങ്ങോട്ട് അതിർത്തി കടന്ന് യുദ്ധത്തിന് വന്നിരിക്കുന്ന ആൾക്കാരെ അല്ല നമ്മൾ സൈനികമായിട്ട് ചേർത്തത്, മറിച്ച് നമ്മൾ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവരെ ആക്രമിച്ച് അവിടുത്തെ തീവ്രവാദ ഹബ്ബുകളെയാണ് ന്യൂട്രലൈസ് ചെയ്തത്. എന്നുവെച്ചാൽ ഒരു രാജ്യത്തെ ജനാധിപത്യ ഭരണക്രമത്തിനെ അട്ടിമറിക്കുന്ന രീതിയിൽ അവിടെ തീവ്രവാദം പിടിമുറുക്കുന്നുണ്ട്, അത് അയൽരാജ്യം എന്ന നിലയ്ക്ക് നമ്മുടെ സുരക്ഷിതത്വത്തിന് അങ്ങേയറ്റം ഭീഷണിയാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ പുറത്തു വന്നപ്പോൾ നമ്മൾ അതിൽ ഇടപെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും തെറ്റായിട്ടുള്ള സമീപനമല്ല. അത് സൂചിപ്പിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ കഴിയും എന്നാണ്. സമാധാനകാംക്ഷയായ നമ്മുടെ രാജ്യം ഇന്ത്യ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെനിസ്വേലയുടെ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ തെറ്റാണ് എന്ന് നമുക്ക് പറയാനേ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതല്ലാതെ നമ്മുടെ നാട്ടിലെ ഈ സഖാക്കന്മാരൊക്കെ തന്നെ പ്രകടനത്തിലൊക്കെ പറയുന്ന, പ്രതിഷേധത്തിലൊക്കെ തന്നെ വിളിച്ചു പോകുന്ന രീതിയിലത്തേക്കുള്ള ഒരു തരത്തിലുള്ള ജനാധിപത്യ സംവിധാനവും വെനിസ്വേലയിലില്ല. മറ്റു പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും എങ്ങനെയാണോ ജനഹിതത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ഏകാധിപത്യം നിലനിന്നിരുന്നത്, അതേപോലെ തന്നെയുള്ള ഒരു ഭരണക്രമമാണ് ജനാധിപത്യത്തിൻ്റെ മറവിൽ ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്തുകൊണ്ട് വെനിസ്വേലയിലും നിലനിന്നിരുന്നത്. അല്ലാതെ ഈ മഡൂറോ എന്ന് പറയുന്നയാൾ രാജാ ഹരിശ്ചന്ദ്രനോ ചന്ദ്രഗുപ്ത മൗര്യനോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് ഒരു ഏകാധിപതിയാണ്. തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ ഭാവിയെക്കുറിച്ച് തെല്ലും ആശങ്കയില്ലാത്ത ഒരു ഏകാധിപതി. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വെനിസ്വേലയിലെ നിലവിലത്തെ ഇടപെടൽ മോശമാണ്, തെറ്റാണ് എന്നുള്ള ഒരു അഭിപ്രായം പ്രാഥമികമായി ഈ ഘട്ടത്തിൽ എനിക്കില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നമ്മുടെ നാട്ടിലെ സഖാക്കന്മാരൊക്കെ നടത്തുന്ന തരത്തിലുള്ള പ്രതിഷേധം പോലും വെനിസ്വേലയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ കൂടുതൽ ആൾക്കാരും സന്തോഷിക്കുകയാണ്. തന്നെയുമല്ല, ഈ വെനിസ്വേലൻ എക്സ്പാറ്റ്സ് ഉണ്ട്, പല വിദേശ രാജ്യങ്ങളിലുമുള്ള അവരുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെല്ലാവരും തന്നെ മഡൂറോ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനായി എന്നതിൻ്റെ പേരിൽ ആഹ്ലാദം പങ്കിടുകയാണ്, ആഘോഷിക്കുകയാണ്. വെനിസ്വേലയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് അവിടെ ആഭ്യന്തരമായിട്ടൊരു ഇടപെടൽ അമേരിക്ക നടത്തി എന്നതിൻ്റെ പേരിൽ അവരെ കുറ്റം പറയുകയല്ല, മറിച്ച് സമാധാന നോബൽ സമ്മാന ജേതാക്കളായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ ഇപ്പോൾ നടന്നിരിക്കുന്ന നടപടിയെ ശ്ലാഘിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വസ്തുത. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സഖാക്കന്മാർ പറയുന്നതിനെ തൽക്കാലത്തേക്ക് കാര്യമായി പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. വെനിസ്വേലയിൽ സമാധാനം ഉണ്ടാകട്ടെ, ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് അവർ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരി അവർക്ക് ശക്തമായിട്ടുള്ള ഒരു ജനാധിപത്യ ഭരണക്രമം നൽകട്ടെ. അതിനുള്ള ഒരു നാന്ദി കുറിക്കുന്നതാവട്ടെ ഇപ്പോഴത്തെ അവിടുത്തെ സൈനിക നടപടി. അതല്ലാതെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ജനഹിതത്തിനെതിരെ സ്വേച്ഛാധിപത്യപരമായി പെരുമാറുന്ന എല്ലാ ഭരണാധികാരികൾക്കും
ഇത് ഒരു മുന്നറിയിപ്പായിരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.